ഞാൻ നിങ്ങളുടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് 10th CBSEയിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അതിൻ്റെ ഡാറ്റാസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കുക. ഫൈൻഡ് ദ ടു നമ്പേഴ്സ് ഹൂസ് സം ഈസ് 27 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് 182. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്ത് ഈ ഗിവൺ ടു നമ്പേഴ്സ്, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സീറോസ് കണ്ടുപിടിക്കണം, അതായത് എക്സിന്റെ വാല്യൂസ്. സം എന്ന് പറയുന്നത് 27 ആണ്. ഗിവൺ ഡാറ്റാസ് എല്ലാം നമ്മൾ ആദ്യം എക്സ്പ്രസ് ചെയ്യുക. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 182. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 27 മൈനസ് എക്സ് ആയിരിക്കും, ഒബിയസ്ലി, ബിക്കോസ് ഇതിന്റെ സം 27 ആയതുകൊണ്ട് നമുക്ക് 27 കിട്ടും. ഇനി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 27 മൈനസ് എക്സ് ആയിരിക്കും. അത് 182ന് ഈക്വൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു 27 മൈനസ് എക്സ് ഈക്വൽ ടു 182. ദെൻ 27x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 182 എന്ന് എഴുതാം. അതായത് എക്സിനെ 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ അകത്തേക്കുള്ള അതായത് ആ ബ്രാക്കറ്റിനകത്തുള്ള സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ വി ക്യാൻ റൈറ്റ്, ഇത് രണ്ടും റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ 0 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 27x പ്ലസ് 182. നമുക്കത് അതിൻ്റെ അക്യുറേറ്റ് ഫോർമാറ്റിൽ എഴുതിയാൽ എക്സ് സ്ക്വയർ മൈനസ് 27x പ്ലസ് 182 ഈക്വൽ ടു 0. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c, ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടി. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം കിട്ടി. അതുപോലെ ഹയസ്റ്റ് പവർ 2 ആയിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്കിത് ചെയ്യുകയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സിന്റെ ഫോർമുല വെച്ച് ചെയ്യാം. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a വെച്ചും ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് വഴിയും ചെയ്യാം. ഇപ്പോൾ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് വഴിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ്. ബൈ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് വി ക്യാൻ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. ഈ -27 നമ്മൾ രണ്ട് ടേമിന്റെ സമ്മായി എഴുതുന്നു. അതായത് എക്സ് സ്ക്വയർ മൈനസ് 13x മൈനസ് 14x പ്ലസ് 182. അതായത് -13 പ്ലസ് -14 -27 -13 -14 മൾട്ടിപ്ലൈ ചെയ്താൽ 182 കിട്ടണം. ഈ രണ്ട് നമ്പർ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടണം? സം -27 പ്രൊഡക്റ്റ് 182 കിട്ടണം. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ വേരിയബിൾ. എക്സ് കോമൺ ആവുകയാണെങ്കിൽ എക്സ് മൈനസ് 13 എടുക്കാം. -14 കോമൺ ആണെങ്കിൽ എക്സ് മൈനസ് 13 തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് മൈനസ് 13 ഇൻറ്റു ഇവിടെ ഉള്ളതിൽ കോമൺ എക്സ് മൈനസ് 13 ആണ്, ഇൻറ്റു എക്സ് മൈനസ് 14 ഈക്വൽ ടു 0. ദെൻ വി ഗെറ്റ് എക്സ് മൈനസ് 13 ഈക്വൽ ടു 0 implies x equal to 13. x minus 14 equal to 0 implies x equal to 14. x 13 കിട്ടിയാൽ അതർ നമ്പർ 27 മൈനസ് എക്സ് എന്ന് വെച്ചാൽ 14. ഇവിടെ അതർ നമ്പർ 27 മൈനസ് എക്സ് ഈക്വൽ ടു 30. ഇങ്ങനെ കിട്ടും. അപ്പോൾ ടു നമ്പേഴ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ട് സൊല്യൂഷൻ കിട്ടും. ഈ എക്സ് ഈക്വൽ ടു 13 14 നമ്മളുടെ ഇക്വേഷനിലേക്ക്, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് ആ വാല്യൂ, ആ ക്വസ്റ്റ്യന്റെ ആ വാല്യൂ ആവുന്നത്. എക്സിന് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ 0 കിട്ടുന്ന വാല്യൂ. അപ്പോൾ ടു നമ്പേഴ്സ് either 1314 or 1430 രണ്ടായാലും ഇവിടെ സെയിം ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.